എന്താ കഥ? ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. അതിന്റെ അവസാനം അമ്മ പറയുന്നുണ്ട്. ഞാനിത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോലുമില്ല. അതിന്റെ തെറ്റുണ്ടാവുമെന്ന്. തെറ്റ് ഞാൻ പറയാണ്, നല്ല രസമുണ്ട്. എന്നെ ശ്രീ എന്നുള്ളത് പലയിടത്തും സ്ത്രീ 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 എന്നാണ് വിളിക്കുന്നത്. എന്താ കഥ? അപ്പം നമുക്ക് കേൾക്കാല്ലേ. ഡോക്ടറുടെ ഷീറ്റ് എന്നുള്ളത് ചീത്ത എന്നൊക്കെ എഴുതിയത്. ഞാനിത് വായിച്ചിട്ട് എനിക്ക് ആദ്യം ചിരിയാണ് വന്നത്. അത് അതേപടി വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാനുണ്ടാവും. പക്ഷെ അനുഭവം ചിരിക്കാനുള്ളതല്ല കേട്ടോ. ഹരേ കൃഷ്ണ. ശ്രീ എൻ്റെ മകന്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിക്കുന്നത്. ഞാൻ ഈ ഗ്രൂപ്പിൽ ഒരു അംഗമാണ്. ഈ ഗ്രൂപ്പിൽ എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ഭഗവാൻ എന്നെ നിങ്ങളുടെയൊക്കെ അടുക്കൽ എത്തിച്ചതായിരിക്കാം. എനിക്ക് വലിയൊരു കൃഷ്ണാനുഭവം പറയാനുണ്ട്. എൻ്റെ മോള് 2ാം വർഷ BSc നഴ്സിംഗിന് ഹൈദരാബാദിൽ പഠിക്കുകയായിരുന്നു. മാർച്ച് 30 ഞങ്ങൾ പഴനിക്ക് പോകാൻ തയ്യാറെടുത്തു. അന്നേരമാണ് മകൾ വയറുവേദനയാണെന്നും പറഞ്ഞ് വിളിക്കുന്നത്. സ്കാൻ ചെയ്തപ്പോൾ വലത്തെ ഓവറിയിൽ മുഴയുണ്ടെന്ന് റിസൾട്ട് വന്നു. റിസൾട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നു. റിസൾട്ട് ഞാൻ നിങ്ങളെ വൈക്കത്തെ ആശുപത്രിയിലെ ഡോക്ടറെ കാണിച്ചു. മോളോട് വരാൻ പറഞ്ഞു. 30-ാം തീയതി പഴനിക്ക് പോകാൻ മാല ഇട്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ കണ്ണനെ ഗുരുവായൂർ പോയി കണ്ട് സങ്കടം പറഞ്ഞു. പഴനിയിൽ പോയിട്ട് തിരിച്ചു വന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി റിസൾട്ടുകൾ വീണ്ടും സ്കാൻ ചെയ്യുകയും ബ്ലഡ് ടെസ്റ്റ് നടത്തുകയും ഒക്കെ ചെയ്തു. കണ്ണനെ വിളിച്ച് കരയാത്ത നിമിഷങ്ങളില്ലായിരുന്നു. എല്ലാവരോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഡോക്ടർമാർ അഡ്മിറ്റ് ചെയ്യാതെയായിരുന്നു എല്ലാ ടെസ്റ്റും നടത്തിയത്. ഞങ്ങളെ കൊണ്ട് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു എല്ലാ ടെസ്റ്റുകളും. എങ്കിലും കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നടന്നു. അവസാനം ഒരു ടെസ്റ്റ് എഴുതിയപ്പോൾ മുഴുവൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ജൂൺ 17-ാം തീയതി അഡ്മിറ്റ് ആവുകയും 20-ാം തീയതി ഓപ്പൺ സർജറി വേണമെന്ന് ഷീറ്റ് എഴുതി തന്ന ഡോക്ടർ തന്നെ അത് മാറ്റി പറഞ്ഞു. ഗുളിക കഴിച്ചു മാറാവുന്നതേ ഉള്ളൂ എന്ന്. എൻ്റെ കണ്ണൻ്റെ അനുഗ്രഹം. ഷീറ്റ് ഞങ്ങൾ കൊണ്ടുവന്ന് വൈക്കത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ചേച്ചി നിങ്ങൾ ഏത് ദൈവത്തിനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞു, ശ്രീ എൻ്റെ കണ്ണനെ. ഞാൻ ആരെയാ വിളിക്കാറുള്ളത്? കണ്ണനെ തന്നെയാണ് വിളിക്കുന്നത്. അത് വീണ്ടും വീണ്ടും തെളിച്ചു തരികയാണ്. എൻ്റെ ജീവിതത്തിൽ കണ്ണൻ്റെ സ്ഥാനം വളരെ വലുതാണ്. നമ്മുടെ കണ്ണൻ നമ്മുടെ കൂടെ ഇല്ലെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തൊട്ടടുത്ത് തന്നെയുണ്ട്. എവിടെ പോകാൻ എവിടെ നിന്നെങ്കിലും ഒരു മഞ്ചാടിക്കുരു എൻ്റെ കയ്യിൽ കിട്ടാറുണ്ട് കേട്ടോ. ഹരേ കൃഷ്ണ. ഇനിയും ഉണ്ട് ഞാൻ പറയുന്നത്. ഇനിയും അനുഭവങ്ങൾ എനിക്കുണ്ട്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. എനിക്കൊരു അനുഭവം പറഞ്ഞില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ സ്ത്രീക്ക് ഇതൊന്ന് ടൈപ്പ് ചെയ്യുന്നത്. ഞാനൊന്ന് വായിച്ചു നോക്കിയിട്ട് പോലും ഇല്ല കേട്ടോ. സ്ത്രീയുടെ ശബ്ദത്തിൽ തന്നെ പറയണം. ആ മാഡം പറഞ്ഞു, ചേച്ചി വലിയൊരു സർജറിയാണ് പറഞ്ഞിരുന്നത്. ചേച്ചിയുടെ പ്രാർത്ഥന കൊണ്ട് കണ്ണൻ മാറ്റി തന്നതാണ് എന്ന്. എന്താ കഥ? ഞാനത് സെറ്റ് ചെയ്ത് അങ്ങോട്ട് വായിച്ചാണ്. ഇടയ്ക്കൊക്കെ മിസ്റ്റേക്കുകളൊക്കെ അതിലുണ്ട്. ഒന്നും പറയാനില്ല. അങ്ങനെയൊക്കെയാണ് അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അയച്ചു തരുമ്പോഴേ എപ്പോഴെങ്കിലും ഇടയ്ക്കൊന്ന് റീഡ് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. അപ്പം ചിലപ്പം ഞാൻ പറയുന്ന അർത്ഥേ അപ്പടി മാറിപ്പോകും. നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല. എന്താ കഥ? ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ.